വെള്ളപ്പാറ ശ്രീ മഹേശ്വരി ദേവി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന പൊങ്കാല സമർപ്പണത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് സ്ത്രീകൾ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചു. ഹൈറേഞ്ചിലെ അതിപുരാതനമായ ആദിവാസി ക്ഷേത്രമായ ഈ ക്ഷേത്രത്തിന്റെ മീനഭരണി മഹോത്സവം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ്. ഹൈറേഞ്ചിലെ പുരാതന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായ വെള്ളാപ്പാറ ശ്രീ മഹേശ്വരി ദേവീക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവം സമാപിച്ചു. ശിലായുഗ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളായ മുനിയറകൾ ഉൾപ്പെടെ ചരിത്ര പൈതൃക സമ്പന്നമായ ഈ ക്ഷേത്രം ആദിമകാലത്ത് ആദിവാസി സമൂഹങ്ങൾ പൂജ നടത്തി വന്നിരുന്ന വിശുദ്ധ സ്ഥാനമായിരുന്നു. 20 രാവിലെ 5 മണിക്ക് മേൽശാന്തി വിമൽ കുമാർ ശാന്തിയുടെ നേതൃത്വത്തിൽ പള്ളി ഉണർത്തൽ ചടങ്ങുകളോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത്. ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു പൊങ്കാല സമർപ്പണം. നൂറുകണക്കിന് സ്ത്രീകളാണ് പൊങ്കാല സമർപ്പണം നടത്തിയത്. നമ്മുടെ വെള്ളാപ്പാറ മഹേശ്വരി ദേവീക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് 3-ാം ദിവസമായ ഇന്ന് ഭരണി നാളില് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ പൊങ്കാല എന്ന് പറഞ്ഞാൽ പണ്ട് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഇതിൻ്റെ തുടക്കം. അതിനുശേഷം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ അത് ആചാരപൂർവ്വം നമ്മൾ അമ്മയ്ക്ക് ഭക്തരുടെ കൈകൊണ്ട് തന്നെ നിവേദ്യം വെച്ച് നൽകി അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കുന്ന വഴിപാടാണ് പൊങ്കാല. ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും ഒരുക്കുന്നതിന് ക്ഷേത്രം ഭരണസമിതി കാലേക്കൂട്ടി തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ഇന്ന് ഈ പൊങ്കാല സമർപ്പണത്തിന്റെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് താലപ്പൊലി ഘോഷയാത്രയും 7 മണിക്ക് വിശേഷ ദീപാരാധനയും അത്താഴപൂജയും തുടർന്ന് വടക്കുംപുറത്ത് വലിയ ഗുരുതിയും നടന്നു. ഐഡിയ സ്റ്റാർ സിംഗേഴ്സ് ഫെയിം അഭിലാഷ് ചങ്ങനാശ്ശേരി നയിക്കുന്ന ഗാനമേളയും ഉത്സവത്തിന്റെ ആഘോഷ പരിപാടികൾക്ക് മിഴിവ് പകർന്നു. മഹോത്സവവുമായി ബന്ധപ്പെട്ട് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് PN സതീശൻ, ക്ഷേത്രം പ്രസിഡന്റ് TA ആനന്ദകുമാർ, സെക്രട്ടറി അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് PK ജയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി.